എന്റെയും ദിലീപേട്ടനെയും സാറിന്റെയും അസ്തയുടെയും ഗോചേട്ടൻ നികുതി പണം നേടുന്ന പൈസയാണ്. ആ ഇന്റർവ്യൂവിൽ നിന്നും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഗോചേട്ടൻ ഇന്റർവ്യൂ ഉണ്ടല്ലേ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അതിൽ പ്രയോജനമുള്ള എന്തുണ്ട്? അല്ല അങ്ങനെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഹാഷ്മിയെ ഒരു കോൺഗ്രസ് സ്ഥാനത്ത് വെക്കണം. തൊട്ടപ്പുറത്ത് ഒരു പെൺകുട്ടിയുണ്ട്, ഒരു വാർത്താ അവതാരികയാണ്. അവര് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് കൈരളിയിലാണ്. അതുകൊണ്ട് തന്നെ കൈരളിയിലായതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും കണക്കുകൾ വെച്ച് സംസാരിക്കാനും ഒരു ഇടതുപക്ഷ മനസ്സോടുകൂടി സംസാരിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പെൺകുട്ടിയുടെ വിവരമുള്ള, അറിവുള്ള, കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, കണക്കുകൾ വെച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവതാരികയുടെ മുമ്പിൽ ചൂളിപ്പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ്. ഹാഷ്മി എന്ന് പറയുന്ന ആള് ഇത് 2ാം തവണയാണ് ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ അങ്ങ് ചൂളിപ്പോകുന്നത്, ആ ഒരു അവതാരികയുടെ മുമ്പിൽ. എന്തായാലും നല്ല കട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഒരു കോടി രൂപ വരെ പ്രതിഫലമാക്കാവുന്ന ഒരു നടനാണ് മോഹൻലാൽ. മോഹൻലാൽ പൈസ വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ പരിപാടിക്ക് പോലും അദ്ദേഹം പൈസ വാങ്ങാറുണ്ട്. അത് ജനങ്ങൾക്ക് അറിയുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പൈസയായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇന്റർവ്യൂ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു പൗരൻ എന്നുള്ളത് നമുക്കറിയേണ്ട വികസനം, രാഷ്ട്രീയം ഒന്നും അതിനെപ്പറ്റി മിണ്ടുന്ന സംസാരിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞ് എല്ലാ ചാനലുകൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കും അടക്കം 1 മണിക്കൂറിലധികം എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഈ പറഞ്ഞ ചോദ്യത്തിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹാഷ്മി പറയുന്നത് മോഹൻലാലും നമ്മുടെ പിണറായി വിജയൻ തമ്മിലൊരു ഇന്റർവ്യൂ നടന്നായിരുന്നു. ആ ഇന്റർവ്യൂവിന് ഇപ്പൊ കണക്ക് നോക്കുമ്പോൾ 11 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് അതിനുവേണ്ടി ഗവൺമെന്റ്. ഇത് നമ്മുടെ നികുതി പണമല്ലേ എന്ന് പറയുന്ന ഒരു സാധാരണ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു വർത്തമാനമാണ് ഹാഷ്മിയുടെ കയ്യിൽ നിന്ന് വരുന്നത്. ഞാനും നീ അടക്കമുള്ള ആളുകൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് ആ ഒരു ഗംഭീര ചെലവ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ സെയിം ടൈം നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു ഗംഭീരമായ ചോദ്യം, ഇതേ നികുതിപ്പണം തന്നെ ഉപയോഗിച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന സമയത്ത് ഇതേ മോഹൻലാലുമായിട്ട് ഉമ്മൻചാണ്ടിയും ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അന്ന് ഏകദേശം 41 കോടിയോളം രൂപയാണ് ആ ഒരു ഒറ്റ വർഷം മാത്രം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടത്. അത് നികുതി പണമല്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഈ അവതാരിയുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ എന്താണ് ഇനി അടുത്ത് പറയേണ്ടതെന്ന് അറിയാൻ ബബ്ബടിച്ച് നിൽക്കുന്ന ഒരു പാവം ഹാഷ്മിയെ കാണാം. നമ്മളൊക്കെ ഹാഷ്മിയെ കണ്ടിട്ടുള്ളത് ദീർഘമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോ പടച്ചിരുന്ന ഒരു മനുഷ്യനായിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു തകർന്നു പോകുന്ന, തൻ്റെ വാക്കുകൾക്ക് വെറും ഒരു കോൺഗ്രസ്സുകാരൻ്റെ വിലയുള്ളൂ എന്ന് അയാൾ തന്നെ സ്വയം തിരിച്ചറിയുകയും മറ്റുള്ള എല്ലാവർക്കും അത് മനസ്സിലാവുകയും ഹാഷ്മി തകർന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ദുരന്ത കാഴ്ചയാണ്. അതിൽ 11 ലക്ഷം രൂപ മുടക്കി ചെലവഴിച്ച ആ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ ആ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത ചെലവ് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്തതിന് അടക്കം നൽകിയ തുകയാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ ഹാഷ്മിക്ക് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യവും ആ ഇന്റർവ്യൂവിൽ ഇല്ല എന്നതാണ് പ്രശ്നം. ഹാഷ്മി ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ 11 ലക്ഷം രൂപ മുടക്കി ചെലവഴിച്ച് എടുത്ത ഇന്റർവ്യൂവിൽ ഹാഷ്മിയുടെയും എന്റെയും ഉൾപ്പെടെ നികുതി പണം ഉൾപ്പെടുത്തി ചെലവഴിച്ച് നടത്തിയ ആ ഇന്റർവ്യൂവിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒന്നുമില്ലെന്നാണെങ്കിൽ എനിക്ക് മുൻപ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സീഡിറ്റ് വഴി ഒരു സംഘത്തെ നിയോഗിച്ച് PR എന്ന് തന്നെ വിശേഷിപ്പിക്കാമല്ലോ, അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഭീമമായ തുക അതിന് ചെലവഴിച്ചിരുന്നു ഹാഷ്മി. 2 ടീമുകളിലായി മാത്രം ഈ വർഷങ്ങളിലായി 3.5 കോടി രൂപ ഈ PR പ്രവർത്തനങ്ങൾക്കായി ചെലവിട്ടിട്ടുണ്ട്. അപ്പോൾ അന്നും എന്റെയും ഹാഷ്മിയുടെയും നികുതി പണത്തിൽ ഇവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി തകർന്നു പോയത്. കാരണം ഇങ്ങനത്തെ ഒരു ഉത്തരം മുൻപ് കൈരളിയിൽ വർക്ക് ചെയ്തിരുന്ന ഈ ഒരു അവതാരകയിൽ നിന്ന് കിട്ടുമെന്ന് ഹാഷ്മി വിചാരിക്കുന്നില്ല. ഹാഷ്മി അത് സ്വപ്നമേ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിലും ഇതേ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അന്ന് ആ ഇൻ്റർവ്യൂ വേണ്ടി ചെലവഴിത്ത് 4 കോടിയോളം രൂപയാണ്. ആ ഒരു വർഷം മാത്രം ഉമ്മൻചാണ്ടിയുടെ പരസ്യ പ്രവർത്തനം വേണ്ടി ചെലവഴിച്ചത് 41 കോടിയോളം രൂപയാണ്. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ അവസാന സമയത്ത് പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് 14 കോടിയോളം രൂപയാണ്. ഈ 14 കോടിയോളം രൂപയേക്കാൾ വളരെ കൂടുതലാണ് 41 കോടി രൂപ അത് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ ചെലവഴിച്ചിരുന്നു എന്നുള്ള വസ്തുത ഒരുപക്ഷെ ഹാഷ്മി അങ്ങോട്ട് മറച്ചു പിടിക്കുകയാണ്, ഒരു പക്ക കോൺഗ്രസ് ആയിട്ട് മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ ഒരു ചങ്ങാതി കൂടിയാണ് ഹാഷ്മി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു സുഹൃത്തിനെ സഹായിക്കുക, ഒരു സുഹൃത്തിനെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചിട്ട് വീണ്ടും രാഷ്ട്രീയത്തിന്റെ രംഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്
ഹാഷ്മി നടത്തിയിരുന്ന് നമുക്കറിയാം. അങ്ങനത്തെ നാറിയ കളികളെല്ലാം കളിക്കുന്ന ഇദ്ദേഹം ഒരു വെറും കോൺഗ്രസ്സുകാരനായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്കിനി കാണാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ നമ്മളിപ്പോ ഇവിടെ എന്താണ് നമ്മുടെ ഇവിടെ VS കൊണ്ട് ലതികെതിരെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ VS കൊണ്ട് അത് വാട്ടോപൊട്രിയാണ്. വാട്ടോപൊട്രി കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന പോലെ എന്റെയും ആ സമയത്തും നികുതി പണത്തിൽ എടുത്ത് ചെലവാക്കിയ അപലപനീയം. എന്റെ ചോദ്യം, ഇവിടെ മോഹൻലാൽ CM ഇന്റർവ്യൂവിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അസതയ്ക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും പോയിന്റ് കിട്ടിയോ? അതൊരു ഗംഭീര ഒരു വഷളം ചോദ്യമാണ്. അതായത് ആ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ആ ഇന്റർവ്യൂ നമുക്ക് ഗുണമുള്ളതാണെന്നോ അതിൽ മോഹൻലാലിന് ഗുണമുള്ളതാണോ അല്ലെങ്കിൽ പിണറായി വിജയന് ഗുണമുള്ളതൊന്നല്ല. അത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ്. അതൊരു പരസ്യമാണ്. ആ പരസ്യം ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് തൊട്ടപ്പുറത്തെ ഇന്റർവ്യൂ നടത്തുന്നത് എന്നതിനാൽ തന്നെ കൂടുതൽ വാച്ചിങ് അതിന് കിട്ടുകയും മുഖ്യമന്ത്രിയെ കൂടുതലായിട്ട് ആളുകൾ കേൾക്കാൻ ഇരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഒരു ഐഡിയ. അത് മാത്രമാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടാണ് ഹാഷ്മി എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ നികുതി പണം കൊണ്ടാണ് ചെലവഴിച്ചത്. പക്ഷെ അതേ നികുതി പണം കൊണ്ട് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ 4 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. ഇപ്പോൾ വെറും 11 ലക്ഷമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നുള്ള വസ്തുത ഹാഷ്മി മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ജഗതി ചേട്ടൻ ഡയലോഗാണ് അല്ലേ. എന്തായാലും ഇതേപോലെ തന്നെ ഏകദേശം മുങ്ങി നീറുന്ന ഒരു വിധമായി പോവുകയാണ് ഹാഷ്മി. ഈ അടുത്ത കാലത്തുള്ള ഹാഷ്മിയുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ചാനൽ ചർച്ചയിലെ സംസാരങ്ങൾ മുഴുവൻ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഈ ഒരു ചായക്കടയിൽ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനുമായിട്ട് ഒരു സാധാരണ ആൾക്കാരെ തല്ലുകൂടുന്ന വാദങ്ങൾ മാത്രമാണ് ഹാഷ്മിക്ക് ഉണ്ടാകുന്നത്. വെറും ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തരം താഴ്ന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെറും ഒരു കോൺഗ്രസ് ചിന്താഗതിക്കാരനായിട്ടുള്ള ഹാഷ്മി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഒരു പ്രചാരണ ആയുധമായിട്ടുള്ള കൈരളിൽ നിന്ന് വന്ന ആ ഒരു അവതാരിയുടെ മുമ്പിൽ നിന്ന് ചൂളിപ്പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ്. ദുരന്തമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ബൈ.